ഹലോ ഗായ്സ്, ബെറോട്ട വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മുടെ ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില, 2 സവാള, 2 തക്കാളിയാണ്. അപ്പം സവാള ഇട്ട് നല്ലവണ്ണം ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ഉണ്ട്. ആ തക്കാളിനെയും കൂടി ഇതിൻ്റെ അകത്തോട്ടിടണം. ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഇത് നല്ല വാടി വരുമ്പോഴത്തേക്കും നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി ഗരം മസാലയും പെരുംജീരകവും. അതും കൂടിയിട്ട് നല്ലോണം വഴറ്റണം. കുരുമുളക് പൊടിയും കൂടെ കുറച്ചിടാം കേട്ടോ. അതും കൂടിയിട്ട് വഴറ്റിയ ശേഷം നമ്മളിത് ബെറോട്ടേനെ അരിഞ്ഞ് പീസാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രേവിയിലൂടെ ബെറോട്ട കിടന്നൊന്ന് സെറ്റാവണം. നമ്മൾ അത്രയും ഇളക്കി യോജിപ്പിച്ച് ഇതിനെ സെറ്റാക്കി കൊടുക്കണം. ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ്. കുഞ്ഞ് പിച്ച് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയതാണ്. എല്ല് പാടില്ല കേട്ടോ. അങ്ങനെ ഇതിനെയും കൂടി ഇതിനകത്തോട്ടിട്ട് നല്ലോണം ചേർത്ത് യോജിപ്പിക്കണം. എല്ല് ഉണ്ടെങ്കിൽ കൊച്ചുങ്ങൾ ഇത് കഴിക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ വായിലൊക്കെ തൊണ്ടയിലൊക്കെ കയറി കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലിടണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ കൂടിയിട്ട് യോജിപ്പിച്ച് സെറ്റാക്കി നമുക്ക് ഈ പരുവത്തിന് കിട്ടും. സംഭവം നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ.